ബിൻ ക്രിയേറ്റ് ചെയ്ത് XMLഉം റെഫറൻസും ആഡ് ചെയ്ത് ടൈംലൈൻ ക്രിയേറ്റ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ മതി. അതിനു മുന്നത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം ആ വീഡിയോയിലാണ് പറഞ്ഞിരുന്നത്. ഈ വീഡിയോയിൽ മെയിനായി ചെയ്യുന്ന കാര്യങ്ങൾ: റെഫറൻസ് വീഡിയോ നോക്കി ഓരോ ക്ലിപ്സിന്റെയും സോഴ്സ്, ടൈം കോഡ്, ട്രാൻസ്ഫോർമേഷൻ, സ്പീഡ്, റാമ്പ്, ട്രാൻസിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരം എഡിറ്റിംഗ് മാച്ച് ചെയ്ത് ടൈംലൈൻ കളർ ഗ്രേഡിങ്ങിന് മുന്നേയുള്ള പ്രൊസീജിയേഴ്സ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫൂട്ടേജസ് എല്ലാം ആരി ഒഫീഷ്യൽ സാമ്പിൾ ഫൂട്ടേജസ് ആണ്. ഈ ഫൂട്ടേജസ് എല്ലാം കളർ മാനേജ് ചെയ്യാത്ത ഫൂട്ടേജസ് ആണ്. അതുകൊണ്ട് റോ ആയിട്ടായിരിക്കും വ്യൂവറിൽ കാണുന്നത്. ആദ്യമായി ക്ലിപ്സിന്റെ സോഴ്സ് ടൈം കോഡ് കറക്റ്റ് ചെയ്യേണ്ടതാണ്. എങ്ങനെ ക്ലിപ്സിന്റെ സോഴ്സ് ടൈം കോഡ് അറിയാൻ സാധിക്കുന്നു? അതിനായി വ്യൂവറിന്റെ റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് അതിൽ പല ഓപ്ഷൻസ് ഉണ്ട്. സോഴ്സ് ടൈം കോഡ്, സോഴ്സ് ഫ്രെയിം, റെക്കോർഡ് ടൈം കോഡ്, റെക്കോർഡ് ഫ്രെയിം, കീ കോഡ്. ഇതിൽ നിന്നും സോഴ്സ് ടൈം കോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ക്ലിപ്സിന്റെയും സോഴ്സ് ടൈം കോഡ് ആയിരിക്കും കാണിക്കുന്നത്. ഇത് വളരെ ചെറിയ ഏരിയയിലാണ് കാണിക്കുന്നത്. കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വർക്ക് സ്പേസിൽ പോയി ടൈം കോഡ് വിൻഡോ ഓൺ ചെയ്തു കഴിഞ്ഞാൽ വലിയ വിൻഡോ ആയി കാണാവുന്നതാണ്. അതിനായി ഒരു സെപ്പറേറ്റ് വിൻഡോ വരുന്നതാണ്. ഇവിടെ ആ വിൻഡോ എവിടെ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു വെച്ച് ഓരോ ക്ലിപ്സിന്റെയും സോഴ്സ് ടൈം കോഡ് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ അതിനെ ചെറുതാക്കി റെഫറൻസ് വീഡിയോന്റെ അടുത്ത് വെക്കുന്നുണ്ട്. എങ്ങനെ സോഴ്സ് ടൈം കോഡ് ചെക്ക് ചെയ്യാം? അതിനായി ഓരോ ക്ലിപ്സിന്റെയും ഫസ്റ്റ് ഫ്രെയിമും ലാസ്റ്റ് ഫ്രെയിമും ചെക്ക് ചെയ്യുക. സ്പീഡ് റാമ്പ് ഉള്ള ക്ലിപ്പുകൾ മാത്രം എല്ലാ ഫ്രെയിംസും ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം വേരിയേഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഫ്രെയിമും ലാസ്റ്റ് ഫ്രെയിമും ചെക്ക് ചെയ്താൽ അറിയാൻ സാധിക്കുന്നതല്ല. അടുത്തതായി ട്രാൻസ്ഫോർമേഷൻ നോക്കുന്ന ടാസ്ക് ആണ്. സൂം, പൊസിഷൻ എന്നീ ട്രാൻസ്ഫോമുകൾ എഡിറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് വൈപ്പുകൾ ഉപയോഗിക്കുന്നത്. അതിനായി വ്യൂവറിൽ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്ത് മിക്സ്, ഡിഫറൻസ് എന്നീ വൈപ്പുകൾ ഉപയോഗിച്ചാൽ റെഫറൻസും ടൈം ലൈനിലുള്ള വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ്. മിക്സ് വൈപ്പ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വ്യത്യാസം വരുമ്പോൾ ബ്ലർ ആവുന്നതാണ്. അതുപോലെ ഡിഫറൻസ് ആണ് വെക്കുന്നതെങ്കിൽ വ്യത്യാസം ഇല്ലെങ്കിൽ ഫുൾ ബ്ലാക്ക് ആയും വ്യത്യാസം വരുമ്പോൾ ചെറിയ വൈറ്റ് ഷെയ്ഡ് കാണിക്കുന്നതാണ്. ഇവിടെ ട്രാൻസിഷൻ ഒന്നും അപ്ലൈ ചെയ്യാത്ത ഒരു ടൈം ലൈൻ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ ട്രാൻസിഷൻസ് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. XML റെഫറൻസ് വീഡിയോയിൽ ട്രാൻസിഷൻസ് ചേഞ്ച് ആയാൽ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള രീതികൾ ആ വീഡിയോയിൽ നോക്കിയാൽ കാണാവുന്നതാണ്. കൺഫേം ചെയ്യുമ്പോൾ മെയിനായി ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ: ക്ലിപ്സ് മാറിപ്പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഓരോ ക്ലിപ്സിന്റെയും സോഴ്സ് ടൈം കോഡ് ചെക്ക് ചെയ്യണം. സ്പീഡ് റാമ്പ് കറക്റ്റായി വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ട്രാൻസ്ഫോം കറക്റ്റായി വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ട്രാൻസിഷൻസ് ആൻഡ് എഫക്ട്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായി അപ്ലൈ ആയിട്ടുണ്ടോ എന്നും ചെക്ക് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ കൺഫേം ചെയ്ത ടൈം ലൈൻ അടുത്തതായി കൺസോൾട്ടേഷൻ പ്രോസസ്സ് ചെയ്യുന്നതാണ്. അടുത്തതായി എന്താണ് കൺസോൾട്ടേഷൻ പ്രോസസ്സ്? ഈ പ്രോസസ്സ് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കുക.